ഹായ്. അപ്പൊ നമ്മൾ ഇന്ന് OTTയിൽ ഇറങ്ങിയ ഒരു ഗംഭീര പടത്തിന്റെ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മുരുകദോസ് അണ്ണൻ എഴുതി ഡയറക്റ്റ് ചെയ്ത് നമ്മുടെ സൂപ്പർ സ്റ്റാർ സൽമാൻ ഖാൻ അഭിനയിച്ച സിക്കന്ദർ സിക്കന്ദർ രാജാ സാബ് രാജ്കോട്ട് രാജാ. മുരുകദോസ് അണ്ണ എന്താണ് അണ്ണൻ പണി വെച്ചേക്കണത്? കഷ്ടമുണ്ട്. ഒരു മുരുകദോസിനെ പോലുള്ള ഒരു വലിയ ഡയറക്ടർ, സൽമാൻ ഖാനെ പോലുള്ള ഒരു വലിയ സൂപ്പർ സ്റ്റാറിനെ വെച്ച് ഇതുപോലത്തെ അന്യായ പടക്കം പ്രേക്ഷകർ ഒരു രീതിയിലും കണക്റ്റ് ആവുന്നില്ല. ആദ്യത്തെ നമ്മളുടെ പടം തുടങ്ങി ഒരു ഇൻട്രോ ഉണ്ട് സൽമാൻ ഖാന്റെ, അതിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും പടം എങ്ങോട്ടാണെന്ന് ഇപ്പൊ ഓടുന്നത്. തീരെ തീരെ പോരാ. ഏതെങ്കിലും ഒരു മേഖല പടത്തിന്റെ നമുക്ക് പറയാം ഇന്നത് കുഴപ്പമില്ല എന്ന് ഒന്നും പറയാൻ പറ്റില്ല. ഒക്കെ അലമ്പ് സാധനങ്ങൾ. ആക്ടിങ് ആയിക്കോട്ടെ, ഇപ്പൊ എല്ലാത്തിനേക്കാളും എനിക്ക് ഇതിലൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ പല സിനിമയിലും രശ്മിക ഓവറായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇതില് എനിക്ക് തോന്നുന്നു രശ്മിക മാത്രമാണ് കുറച്ചും കൂടി നാച്ചുറൽ അല്ല, എന്നാലും ഉള്ളതിൽ ഭേദമായിട്ട് എനിക്ക് തോന്നുന്നു. ബാക്കിയൊക്കെ പെർഫോമൻസ് സൽമാൻ ഖാനൊക്കെ എന്താണ് കാണിച്ചു കൂട്ടുന്നത്? ഈ മസിൽ പിടുത്തവും നടത്തവും ആക്ഷനൊക്കെ. സൽമാൻ ഖാന്റെ ആക്ഷൻ അറിയാലോ, നിന്നടിയാണ്. പക്ഷെ എന്നാലും ഒരു സ്വാഗ് നമുക്ക് ഫീൽ ചെയ്യണ്ടേ? ഇല്ല. ആക്ഷൻ കൊറിയോഗ്രഫിക്കൊക്കെ അട്ടർ ഫ്ലോപ്പ് സാധനം. സ്റ്റോറിയൊക്കെ പഴഞ്ചൻ സ്റ്റോറി. അതിന് സൽമാൻ ഖാൻ തന്നെ വേണമെന്നില്ല എന്നല്ല, ഒരു ടയർ 2 ടയർ 3 നടന്മാരുണ്ടല്ലോ, അവർ പോലും ഇത് ചെയ്യൂല. അമ്മാതിരി കഥ. ഒരു ഒരു തെലുങ്കിൽ തമിഴ് പടം എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി ചെയ്ത് ആകെ മോശമാക്കി കളഞ്ഞിട്ട്. ആകെ നമുക്കൊരു മനസ്സിനൊരു പടം കണ്ട ഫീലില്ല. പലതും അടിച്ചടിച്ചടിച്ച് ഇങ്ങനെ കാണുകയാണ് നമ്മൾ OTTയിൽ. കാരണം നമ്മുടെ സമയം വെറുതെ കളയണ്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ നമുക്കറിയാം എന്താണ് ഉണ്ടാവാൻ പോകുന്നത്. ഇതില് പണത്തിനൊന്നും ഒരു വിലയില്ല കേട്ടോ. ഒരു കണ്ടെയ്നർ നിറച്ച് കാശൊക്കെയാണ് വെറുതെ കൊടുക്കണം സൽമാൻ ഖാൻ. രാജ്കോട്ട് രാജ വെറുതെ കൊടുക്കുകയാണ്. കാശൊന്നും ഒരു പ്രശ്നമല്ല. ഇതിന്റെ കഥ എന്താണെന്ന് വെച്ചാല് വളരെ ട്രൂ ലവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കഥ. നായികയുടെ ഓർഗൻ ഡൊണേറ്റ് ചെയ്തവരെ പോവുക, സഹായിക്കുക, ഇതാണ് പരിപാടി. അതിനിടയിൽ ഈ സൽമാൻ ഖാൻ കാണിക്കുന്ന ഹീറോയിസവും ഇമോഷൻസ്. രശ്മിക മന്ദാന മരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്ലാഷ് ബാക്കിൽ ഇങ്ങനെ വന്ന് പോകും. രശ്മിക മന്ദം മരിക്കെങ്കിലും പടം മൊത്തം ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്നു പോകും. ഒരു തട്ടിക്കൂട്ട് ചവറുപടം. അങ്ങനെ എനിക്ക് എൻ്റെ അഭിപ്രായം കേട്ടോ, എൻ്റെ അഭിപ്രായം പറയാണ്, തട്ടിക്കൂട്ട് ചവറുപടം. ഒരു രീതിയിലും പടത്തിന് നല്ല ബഡ്ജറ്റൊക്കെ ഉണ്ട്, പക്ഷെ ഒരു രീതിയിലും ഒരു ഡയറക്ടറുടെ ഒരു വാല്യൂനോ സ്റ്റാറിന്റെ ആ ഒരു സൽമാൻ ഖാൻ ഇത്ര കരിയറിനും ഒരു വില കൊടുക്കാത്ത പടം. അവര് തന്നെ സ്വന്തം കരിയറിന് ഒരു വില കൊടുക്കാത്ത പടം പോലെ എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇതാണ് കൂടുതൽ പറയാനില്ല, വേറൊന്നും പറയാനില്ല. കണ്ടു നോക്കുക സമയമുള്ളവര്. ഇപ്പൊ മഴക്കാലൊക്കെയാണ്, ഇപ്പൊ വെറുതെ സമയം പോകുന്നില്ല. ഇങ്ങനെ മഴക്കാലമാണ്, വെറുതെ സമയം പോകുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇരുന്ന് കാണാം. അത്രേ പറയുന്നുള്ളൂ. ബൈ.